പക്ഷെ അമ്മൂമ്മ എങ്ങനെയാണ് മിസ്സിംഗ് ആണ്. ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകില് ഗ്യാസിന്റെ ക്ഷാമം കൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ ഭവാനി അമ്മൂമ്മ പറയുന്നുണ്ട് ഇനി നമ്മുടെ മെയിൻ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് പുറത്ത് വിറകടപ്പിലായിരിക്കും എന്ന് പറയുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യവും അങ്ങനെ തന്നെയാണല്ലോ, ഏകദേശം അങ്ങനെ തന്നെയാട്ടോ നമ്മുടെ പാറമട വീട്ടിലും. അപ്പൊ നമ്മുടെ സിദ്ധു അളിയനും നമ്മുടെ ലച്ചുവും എല്ലാരും കൂടെ പോയി പാറമടയുടെ അവിടെ പോയി കുറെ വിറകൊക്കെ വെട്ടിയെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, അമ്മൂമ്മേ ഉണങ്ങിയ എല്ലാ വിറകൊന്നും എടുത്തേക്കല്ലേ, ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മ, ഓ ഈ ലച്ചു എപ്പോഴും ഫുള്ള് നെഗറ്റീവ് ആണല്ലോ എന്നിങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഇവര് കുറെ വിറകൊക്കെ വെട്ടി അടപ്പൊക്കെ കൂട്ടുകയാട്ടോ. അപ്പൊ നമ്മുടെ ഗൗരവമായി പറയുന്നുണ്ട്, ഈ അടപ്പൊക്കെ നമുക്ക് പുറകുവശത്ത് കൂട്ടിയാ പോരെ അമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഭവാനി അമ്മൂമ്മ പറയുന്നുണ്ട്, പോരാ, മുമ്പിൽ തന്നെ ചെയ്യണം, 10 ആള് കാണണം എന്നിങ്ങനെ പറയുകയാട്ടോ. അപ്പൊ ഇവരിങ്ങനെ പാചകമൊക്കെ തുടങ്ങി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് ചേട്ടന്മാരെന്ന് പറയാം, രണ്ട് അത്യാവശ്യം പ്രായമുള്ളവര് നമ്മുടെ പാറമട വീടിന്റെ അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മേനെയും കനകാന്റീനെയും ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. ലാസ്റ്റ് നോക്കുമ്പോ അപ്പൊ ഇവര് നമ്മുടെ അമ്മൂമ്മയും നമ്മുടെ കനകാന്റി ആണെങ്കിൽ ഇവരെ കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് പരിങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ സിദ്ധുവളിയൻ, ഫുഡൊക്കെ ആയ ലച്ചൂസേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചു വരുമ്പോ നമ്മുടെ ലച്ചു പറയണത്, ഫുഡൊക്കെ സെറ്റായി, പക്ഷെ രണ്ടുപേരും മിസ്സിംഗ് ആണ്, അമ്മൂമ്മയും കനകാന്റി മിസ്സിംഗ് ആണ് എന്ന് പറയുകയാണ്. അപ്പൊ ഇവരെവിടെ പോയി, ഇനി ഇവരെങ്ങാനും ഈ രണ്ടുപേര് വന്നത് പിടിച്ചുകൊണ്ട് പോയോ, എന്താണ് സംഭവം? ഭയങ്കര ട്വിസ്റ്റ് ആയിരിക്കോട്ടെ ചിലപ്പോ വരാൻ പോകുന്നത്. കാത്തിരിക്കോട്ടെ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.